Assalamu alaikum. Hello friends, welcome to our channel Jasma Gourmet. ഇന്നൊരു നാടൻ റെസിപ്പി ആയാലോ? ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്ന എളുപ്പത്തിൽ ഒരു നാടൻ രൂപത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ്. കിടുക്കാച്ചി ചിക്കൻ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഒരു സ്ലോ കുക്ക് പ്രോസസ് ആയിട്ടുള്ള ഫ്രൈ ആണ്. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ കാണിക്കാം. ഉപ്പ്, വിനീഗർ, ചെറിയ ഉള്ളി, റെഡ് ചില്ലി ഫ്ലേക്സ്, 1 kg ചിക്കൻ. ഞാനിവിടെ സ്മോൾ കട്ട് പീസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചില്ലി കട്ട് പീസ് അത് നിങ്ങൾ നോക്കിയിട്ട് എടുത്താൽ മതി. ഇനി കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഈ ചിക്കൻ നമുക്ക് മാറ്റി വെക്കാം. ചെറിയ മിക്സിൻ്റെ ജാറിൽ വെച്ചിട്ട് നമുക്ക് ഈ ചെറിയ ഉള്ളി ഒന്ന് ഒതുക്കിയെടുക്കണം. നന്നായി ഫൈൻ പേസ്റ്റ് പോലെ ആവാതെ ശ്രദ്ധിക്കണം. ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇതാ ഞാനിവിടെ കാണിക്കുന്ന ഈ രൂപത്തിലാണ് വേണ്ടത്. ഇനി ഒരു മൺചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ നമുക്ക് ആവശ്യത്തിന് ഒഴിച്ച് കുറച്ച് കറിവേപ്പില എണ്ണ ചൂടായാൽ നമുക്ക് ആഡ് ചെയ്യാം. അത് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ ഒതുക്കി വെച്ച 1/4 കിലോ ചെറിയ ഉള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതും കൂടി നമുക്ക് ഈ എണ്ണയിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായി പോകുന്നത് വരെ നമുക്ക് ചെറിയ തീയിൽ വെച്ച് വഴറ്റിയെടുക്കാം. അടുത്തത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് ആണ്. അല്ലെങ്കിൽ കായ്മുളക്, നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് ആയിട്ടില്ലെങ്കിൽ കായ്മുളക് നിങ്ങൾ ഒന്ന് ചെറുതായി പൊടിച്ചിട്ട് ഈ രൂപത്തിലായിട്ട് ആഡ് ചെയ്താൽ മതി. എൻ്റെ ഇവിടെ ഓയിൽ കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ വീണ്ടും ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായി വഴറ്റി കൊടുക്കണം. നല്ല ഒരു ബ്രൗൺ കളർ, നല്ല റെഡിഷ് ബ്രൗൺ കളറായി വരുന്നത് വരെ ഇത് നന്നായി സോട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ പോയി നന്നായി വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. എന്നിട്ടെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. മസാലകളൊക്കെ എല്ലായിടത്തും ഒന്ന് മിക്സാക്കി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇത് നമുക്ക് വെക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ചെറിയ തീയിൽ ഒന്ന് ചിക്കൻ വേവിക്കാൻ വെക്കാം. ഞാനിവിടെ ഒട്ടും വെള്ളം ആഡ് ചെയ്യുന്നില്ല. ഇനി ഇത് നമുക്കൊരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത് ഇത് കുക്ക് ചെയ്ത് എടുക്കാം. ഇവിടെ ഇപ്പോൾ ചിക്കൻ്റെ വെള്ളമൊക്കെ നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട്. അതൊന്നും കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ചിക്കൻ ഒരു വെളുത്ത കളറായിട്ടാണുള്ളത്. അത് നല്ല ചോന്ന് ഇതിപ്പം കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായി വറ്റി ഇവിടെ കളറെല്ലാം മാറി നല്ലൊരു റെഡിഷ് ആ ഒരു മസാലയൊക്കെ ചിക്കനിൽ നന്നായി പിടിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ലോ ഫ്ലെയിമിൽ ഈ വെള്ളം ഫുള്ളായി വറ്റി വരുന്നത് വരെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇത് വെക്കണം. ഇവിടെ വെള്ളമൊക്കെ വറ്റി ഇപ്പോൾ നല്ല ക്രിസ്പിയായി ആ ഒരു നല്ല ചില്ലിയായി വന്നിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. നല്ല സ്ലോ കുക്കായിട്ട് കിട്ടുന്നതുകൊണ്ട് ആ ചട്ടിൻ്റെ എല്ലാം ആ ഒരു ഫ്ലേവറും എല്ലാം വളരെ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ഫ്രൈ ആണിത്. എന്തായാലും തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം.
ഇത് ചപ്പാത്തിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും ദോശൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. നിങ്ങൾ എന്തായാലും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീൻ്റെ അടുത്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് തീർച്ചയായും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻസിൽ അറിയിക്കുക. പുതിയൊരു റെസിപ്പിയായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.